السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 366. ഒരു ജീവിയെ അറവ് നടത്താൻ ഉപയോഗിച്ച കത്തി ആ ജീവിയെ അറുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കാതെ മറ്റൊരു ജീവിയെ അതേ കത്തി കൊണ്ട് അറവ് നടത്താൻ പറ്റുമോ? അഥവാ ഒരു കോഴിയെ അറുത്തു, ആ സമയത്ത് കത്തിയുടെ പുറത്ത് ആ കോഴിയുടെ രക്തം പുരണ്ടു. പിന്നീട് ആ കത്തി കഴുകി വൃത്തിയാക്കാതെ മറ്റൊരു കോഴിയെ അറവ് നടത്തുന്നു. ഇങ്ങനെ അറുക്കുന്നതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ്? കർമ്മശാസ്ത്രം എന്താണ് പറയുന്നത്? ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ജീവിയെ അറവ് നടത്തിയ ആ രക്തം പുരണ്ട കത്തി കൊണ്ട് മറ്റൊരു ജീവിയെ അറവ് നടത്താൻ പാടില്ല, അത് തെറ്റായ കാര്യമാണ്. അങ്ങനെ അറവ് നടത്തിയാൽ അറവ് തന്നെ സ്വഹീഹല്ല. ആ വിധം അറുക്കപ്പെട്ട ജീവിയുടെ മാംസം ഭക്ഷിക്കുന്നതും ശരിയല്ല എന്നിങ്ങനെയൊക്കെ ചില ആളുകൾ ധരിച്ചു വശായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കർമ്മശാസ്ത്രം ഇതേക്കുറിച്ച് പറയുന്നത്? ഒരു ജീവിയെ അറവ് നടത്തിയപ്പോൾ കത്തിയുടെ പുറത്ത് പുരണ്ട രക്തം ഉള്ളതോടുകൂടെ മറ്റൊരു ജീവിയെ അറവ് നടത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള തെറ്റും കാണുന്നില്ല കർമ്മശാസ്ത്രം. അത് ഹറാമാണെന്നോ അതല്ലെങ്കിൽ കറാഹത്താണെന്നോ എന്നൊന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല, അങ്ങനെ രണ്ടാമതൊരു ജീവിയെ അറവ് നടത്തുന്നത് നജസ്സുള്ള കത്തി കൊണ്ട്, രക്തം നജസ്സാണല്ലോ, അതാണല്ലോ പ്രശ്നം, നജസ്സുള്ള കത്തി കൊണ്ട് അറവ് നടത്തൽ ജായിസാണ് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ തുഹ്ഫയിൽ കാണാം. വദകാതു തജൂസു ബിൽ മുദിയത്തിൻ നജിസ, ഇതാണ് തുഹ്ഫയുടെ ഇബാറത്ത്. അപ്പോൾ ചുരുക്കത്തിൽ നജസ്സുള്ള കത്തി കൊണ്ട് തന്നെ അടുത്ത ജീവിയെ അറുക്കണം എന്നല്ല പറയുന്നത്. അതൊക്കെ കഴുകി വൃത്തിയാക്കി തന്നെ ആവലാണ് ഏറ്റവും നല്ലത്. കാരണം നജസ്സാണല്ലോ, നജസിൽ നിന്ന് എപ്പോഴും എന്തും വൃത്തിയായി നിൽക്കലാണല്ലോ നല്ലത്, അതാണല്ലോ അഭികാമ്യം. അതേസമയം അങ്ങനെ അറവ് നടത്തുന്നത് കൊണ്ട് തെറ്റില്ല, അവിടെ അറവ് സാധുവാകാതെ പോകുന്നില്ല. ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നജസ്സുള്ള കത്തി കൊണ്ട്, രക്തം പുരണ്ട കത്തി കൊണ്ട് ഒരു മൃഗത്തെ അറവ് നടത്തിയ അതേ കത്തി കൊണ്ട് കഴുകുന്നതിന് മുമ്പ് മറ്റൊരു മൃഗത്തെ അറുക്കുന്നത് ജായിസാണ് എന്നതാണ് കർമ്മശാസ്ത്രം. വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.